അടുത്തത് നമ്മൾ എന്താണ് മാക്സിമൽ ഐഡിയൽ എന്ന് ആണ് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ മാക്സിമൽ ഐഡിയൽ ഓഫ് എ റിംഗ് ആർ ഇസ് ആൻ ഐഡിയൽ എം ഡിഫറെൻറ്റ് ഫ്രം ആർ സച്ച് ദാറ്റ് ദർ ഇസ് നോ പ്രോപ്പർ ഐഡിയൽ എൻ ഓഫ് ആർ പ്രോപ്പർലി കണ്ടെയ്നിങ് എം. അപ്പോൾ അതായത് മാക്സിമൽ എന്ന് പറയുന്നതിൻ്റെ വേർഡിൻ്റെ അർത്ഥം എന്താണ്? എക്സ്ട്രീം അല്ലേ? അപ്പം മാക്സിമൽ ഐഡിയൽ എന്ന് പറയുന്നത് ഒരു റിങ്ങിൻ്റെ ഒരു ഐഡിയൽ, അത് ആ റിങ്ങിൻ്റെ മാക്സിമൽ ഐഡിയൽ ആണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ആ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, ഏത് ഐഡിയലിനെയാണോ നമ്മൾ മാക്സിമൽ ഐഡിയൽ എന്ന് പറയുന്നത്, ആ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയൽ ഉണ്ടാവില്ല, അതാണ് പറയുന്നത്. അതായത് മാക്സിമൽ ഐഡിയൽ ഓഫ് എ റിംഗ് ആർ ഈസ് ആൻ ഐഡിയൽ എം ഡിഫറെൻറ്റ് ഫ്രം ആർ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അഷ്വർ ചെയ്ത് പറയാൻ പറ്റുന്ന രണ്ട് ഐഡിയൽസ് ഉണ്ട്. ഒന്ന് ട്രിവിയൽ ഐഡിയലും ഒന്ന് ഇംപ്രോപ്പർ ഐഡിയലും. അപ്പം ഇംപ്രോപ്പർ ഐഡിയൽ എന്ന് പറയുന്നത് എന്താണ്? ആ റിംഗ് തന്നെ അതിൻ്റെ ഇംപ്രോപ്പർ ഐഡിയലാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മാക്സിമൽ ഐഡിയൽ എന്ന് പറയുന്നത് ഒരിക്കലും ഇംപ്രോപ്പർ ഐഡിയൽ ആവില്ല. അതായത് ആ റിംഗ് തന്നെ അതിൻ്റെ മാക്സിമൽ ഐഡിയൽ ആവില്ല. മറിച്ച് എന്താണ്? ദർ എക്സിസ്റ്റ് നോ പ്രോപ്പർ ഐഡിയൽ എൻ ഓഫ് ആർ ദാറ്റ് പ്രോപ്പർലി കണ്ടെയ്നിങ് എം. ആ റിങ്ങിന് മറ്റൊരു ഐഡിയൽ ഉണ്ടാവാൻ പാടില്ല, സച്ച് ദാറ്റ് നമ്മൾ പറയുന്ന ആ ഐഡിയൽ എം എന്ന് പറയുന്ന ഈ മാക്സിമൽ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ. അപ്പം അതാണ് മാക്സിമൽ ഐഡിയൽ ഓഫ് എ റിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, ഒരു തിയറാണ് ഇത്. ഓൾമോസ്റ്റ് മിക്ക എക്സാംസിനും വരുന്ന ഒരു തിയറാണ്. ലെറ്റ് ആർ ബി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി, then M is a maximal ideal of R if and only if R by M is a field. അപ്പം M എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ R by M എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, R by M എന്ന് പറയുന്നത് ഫാക്ടർ റിംഗ് ആണ്. അപ്പോൾ R by M എന്ന് പറയുന്ന റിംഗ് ഒരു ഫീൽഡ് ആകും എപ്പോൾ? M എന്ന് പറയുന്നത് മാക്സിമൽ ആകുമ്പോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണിത്. അപ്പം R എന്ന് പറയുന്ന ഒരു റിംഗ് ആണ്, അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗും കൂടെയാണ്. അപ്പം നമുക്ക് പറയേണ്ടത് എന്താണ്? പ്രൂവ് ചെയ്യേണ്ടത് എം മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ എം ഒന്ന് ഫീൽഡ് ആണെന്ന് പറയണം. ആർ ബൈ എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് ആർ ബൈ എം ഒരു ഫീൽഡ് ആണെങ്കിൽ എം എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആണെന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫോർവേഡ് പാർട്ടാണ് ചെയ്യുന്നത്. ആർ എന്ന് പറയുന്നത് വിച്ച് ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. ഓൾസോ ആർ ബൈ എം ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് ഫാക്ടറിങ് ആയിരിക്കും അല്ലേ? അപ്പം ആർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ഫാക്ടർ റിങ്ങും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അപ്പം അതാണ് അതിൻ്റെ സൈഡിൽ ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ, എ പ്ലസ് എം ആൻഡ് ബി പ്ലസ് എം. ആർ ബൈ എമ്മിലെ രണ്ട് എലമെൻറ്റ്സ് എടുക്കുന്നു. അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? എ ബി പ്ലസ് എം ആണ്. ദെൻ ആർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് എ ബി ഇസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ എ ബി പ്ലസ് എം ഇസ് ഈക്വൽ ടു ബി എ പ്ലസ് എം. അപ്പോൾ ബി എ പ്ലസ് എമ്മിനെ നമുക്ക് ഒന്നുകൂടെ എങ്ങനെ എഴുതാം? ബി പ്ലസ് എം ഇൻറ്റു എ പ്ലസ് എം. സോ ആർ ബൈ എം എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. എ പ്ലസ് എം ഇൻ ബി പ്ലസ് എം ഇസ് ഈക്വൽ ടു ബി പ്ലസ് എം ഇൻറ്റു എ പ്ലസ് എം. ദെൻ അപ്പോൾ അടുത്തത് നമ്മൾ ഫോർവേഡ് പാറ്റേണിന് വേണ്ടി അസ്യൂം ചെയ്യുന്നത് എന്താണ്? എം എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആണെന്ന് പറയുകയാണ്. എം മാക്സിമൽ ആയതിൽ എന്താണ്? ദർ എക്സിസ്റ്റ് നോ പ്രോപ്പർ ഐഡിയൽ ഓഫ് ആർ വിച്ച് കണ്ടെയ്നിങ് എം. അങ്ങനെയാണല്ലോ നമ്മൾ മാക്സിമൽ ഐഡിയലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എം എന്ന് പറയുന്നത് മാക്സിമൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് ആർ ബൈ എം ഇസ് എ ഫീൽഡ് അല്ലേ? ആർ ബൈ എം എന്ന് പറയുന്നത് ഫീൽഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫീൽഡ് എന്ന് പറയുന്നത് റിങ്ങിനോട് കൂടി രണ്ട് പ്രോപ്പർട്ടിയും കൂടെ, കമ്മ്യൂട്ടേറ്റീവ് റിംഗും ആയിരിക്കണം, ഡിവിഷൻ റിംഗും ആയിരിക്കണം. അപ്പോൾ ആ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു റിംഗ് ഒരു ഫീൽഡായിട്ട് മാറുകയാണ്. ഓൾറെഡി ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു ഫാക്ടർ റിംഗ് ആണ്. മാത്രമല്ല ആർ ബൈ എം എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ റിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിംഗ് ഡിവിഷൻ റിംഗ് ആണെന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്? അതിനുള്ളിലെ എല്ലാ നോൺ സീറോ എലമെൻസിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പം ആർ ബൈ എമ്മിലെ എലമെൻറ്റ്സ് എല്ലാം ഒരു കോസറ്റ് ആണല്ലോ. അപ്പോൾ അതിൽ ഏതൊരു നോൺ സീറോ എലമെൻറ്റ് എടുത്താലും അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ആർ ബൈ എം എന്ന് പറയുന്നത് ആസ് എ ഹോൾ, ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ റിംഗ് ആണെന്ന് മാത്രം നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ബിക്കോസ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. That is, R by M is a division. We want to prove that R by M is a division ring. That is, every non-zero element in R by M has a multiplicative inverse in R by M.
ലെറ്റ് എ പ്ലസ് എം ബി ആൻ ആർബിട്രറി എലമെൻറ്റ് ഇൻ ആർ ബൈ എം സച്ച് ദാറ്റ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എം വെർ എ ബിലോങ്സ് ടു ആർ. അപ്പം എ പ്ലസ് എം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുകയാണ്, ആർ ബൈ എം എന്നൊരു എലമെൻ്റ് എടുക്കുകയാണ്. എ എന്ന് പറയുന്നത് എമ്മിലില്ലാത്ത എലമെൻ്റാണ്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന എമ്മിലില്ലാത്ത എലമെൻ്റ് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? എ എമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ എ പ്ലസ് എം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എം ആകും. എം എന്ന് പറയുന്നത് ആർ ബൈ എമ്മിനെ ഐഡൻറ്റിറ്റി തന്നെയാണ്. അപ്പം ഐഡൻറ്റിറ്റി അല്ലാത്ത ഒരു എലമെൻറ്റ്, നോൺ സീറോ അല്ലാത്ത ഒരു എലമെൻറ്റ്, ഐഡൻറ്റിറ്റി അല്ലാത്ത ഒരു എലമെൻറ്റ് നമ്മളിവിടെ എടുക്കുകയാണ്, എ പ്ലസ് എം എന്ന് പറയുന്നത്. വേർ എ ഡസ് നോട്ട് ബിലോങ്സ് ടു എം എന്ന് പറയണം. ബിക്കോസ് അത് ഒരു എന്താ പറയുക, നോൺ ഐഡൻറ്റിറ്റി ആയിട്ടുള്ളൊരു എലമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. സോ എ പ്ലസ് എം ഇസ് നോട്ട് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് ആർ ബൈ എം. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആവില്ല. ദെൻ സപ്പോസ് എ പ്ലസ് എം ഹാസ് നോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇൻ ആർ ബൈ എം. നമ്മൾ അസ്യൂം ചെയ്യാണ് ആർ ബൈ എം എന്ന് പറയുന്ന ഡിവിഷനിങ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ എ പ്ലസ് എം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ നോൺ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. ആ എലമെൻറ്റിന് അവിടെ എന്തുണ്ട്, ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുകയാണ്. ദെൻ ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം നമ്മൾ ചെയ്യുകയാണ്. ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ബൈ എമ്മിൽ ഓരോ എലമെൻറ്റ് എടുത്തിട്ട് എ പ്ലസ് എം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അതാണ് ആ സെറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എം ഇൻറ്റു എ പ്ലസ് എം, വേർ ആർ പ്ലസ് എം ബിലോങ്സ് ടു ആർ ബൈ എം. ആർ ബൈ എമ്മിലെ എലമെൻറ്റ്സ് ഒക്കെ അങ്ങനെയാണല്ലോ ഉള്ളത്. ദെൻ ദ സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ 1 പ്ലസ് എം. അതായത് എന്തുകൊണ്ടാണ് 1 പ്ലസ് എം അവിടെ ഇല്ല എന്ന് പറയുന്നത്? ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്, എ പ്ലസ് എമ്മിന് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല എന്നാണ് നമ്മൾ ആർ ബൈ എമ്മിൽ ഇല്ല എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം ആർ ബൈ എമ്മിലെ ഓരോ എലമെൻറ്റ് എടുത്തിട്ട് നമ്മൾ എ പ്ലസ് എമ്മിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പം ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവിടെ 1 പ്ലസ് എം എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടാവില്ലേ? അതായത് ഇപ്പം എയും 1/a ആണെങ്കിൽ എൻ്റെ ഇൻവേഴ്സ് ആണ് 1/a എന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നാണ് 1/a എന്ന് പറയുന്നത്. അപ്പം ആ 1/a നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ റിങ്ങിലുണ്ട്, ആ റിങ്ങിലെ എല്ലാ എലമെൻറ്റും വെച്ചിട്ടാണ് നമ്മൾ ഈ എ പ്ലസ് എമ്മിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എ പ്ലസ് എമ്മിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 പ്ലസ് എം കിട്ടിയേനെ അല്ലേ? എ ഇൻറ്റു 1/a എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താണ്, 1 പ്ലസ് എം കിട്ടിയേനെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടിയേനെ. ബട്ട് ഇവിടെ എന്താണ്, ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടില്ല. ബിക്കോസ് എ പ്ലസ് എമ്മിന് ആർ ബൈ എമ്മിൽ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ദെൻ ദ സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ 1 പ്ലസ് എം. We can set that R by M into A plus M is an ideal of R by M. ഓക്കെ, അപ്പം ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം എന്ന് പറയുന്ന ആ സെറ്റ് ആർ ബൈ എമ്മിൻ്റെ ഐഡിയൽ ആണെന്ന് പറയുകയാണ്. ഓക്കെ, ഐഡിയൽ ആണെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? അതായത് ആർ ബൈ എമ്മിലെ ഏത് എലമെൻറ്റ് എടുത്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഐഡിയലിലെ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഐഡിയലിൽ തന്നെ ഉണ്ടാകും. അപ്പം അതാണ് അതിൻ്റെ ചെറിയൊരു പ്രൂഫാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം എന്ന് പറയുന്നത് ആർ ബൈ എമ്മിൻ്റെ ഐഡിയൽ ആണെന്നാണ് പറയുന്നത്. അപ്പം ലെറ്റ് പി പ്ലസ് എം ബിലോങ്സ് ടു ആർ ബൈ എം, വെർ പി ബിലോങ്സ് ടു ആർ ബൈ എമ്മിലെ ഒരു എലമെൻറ്റ് എടുക്കുന്നു. ആൻഡ് കെ പ്ലസ് എം ഇൻറ്റു എ പ്ലസ് എം, അങ്ങനെയാണല്ലോ ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എമ്മിലെ എലമെൻറ്റ്സ്. ദെൻ കെ പ്ലസ് എം ഇൻറ്റു എ പ്ലസ് എം. ദെൻ നമ്മൾ ആർ ബൈ എമ്മിലെ ആ ഒരു എലമെൻറ്റിനെ ആർ ബൈ എം എ പ്ലസ് എമ്മിലെ ഒരു എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ പി പ്ലസ് എം കെ പ്ലസ് എം എ പ്ലസ് എം എന്ന് കിട്ടുന്നു. ബൈ ഓപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പി കെ എ പ്ലസ് എം എന്നാണല്ലോ. ദെൻ അതിനെ നമുക്ക് പി കെ പ്ലസ് എം ഇൻറ്റു എ പ്ലസ് എം എന്ന് നമുക്ക് എഴുതാം. ദെൻ നമ്മൾ എടുത്തിരിക്കുന്ന പി പ്ലസ് എമ്മും കെ പ്ലസ് എമ്മും ആർ ബൈ എമ്മിലെ എലമെൻ്റാണ്. സോ പി കെ പ്ലസ് എം ബിലോങ്സ് ടു ആർ ബൈ എം. സോ പി കെ പ്ലസ് എം ഇൻറ്റു എ പ്ലസ് എം ദാറ്റ് ബിലോങ്സ് ടു ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം. സോ ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എമ്മിലെ ഒരു എലമെൻറ്റിനെ ആർ ബൈ എമ്മിലെ ഒരു എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം ആ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന ആ എലമെൻറ്റ് എവിടെയുണ്ട്? ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം എന്ന് പറയുന്ന ആ സെറ്റിലുണ്ട്. അപ്പോൾ എന്തായാലും ആ സെറ്റ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ആർ ബൈ എമ്മിൻ്റെ ഐഡിയലാണ്, നമുക്ക് കിട്ടി. ഓൾസോ വിച്ച് ഇസ് എ പ്രോപ്പർ ഐഡിയൽ ഇല്ലേ? പ്രോപ്പർ ഐഡിയലാണ്. ആർ ബൈ എം വരില്ല, ബിക്കോസ് ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം എന്ന് പറയുന്ന ആ സെറ്റിനുള്ളിൽ 1 പ്ലസ് എം എന്ന് പറയുന്ന എലമെൻറ്റ് ഇല്ല.
അപ്പം നമുക്കത് നമ്മൾ ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഐഡിയലാണ്. ഇംപ്രോപ്പർ ഐഡിയൽ എന്ന് വെച്ചാൽ ആർ ബൈ എം തന്നെയാണ്, ഫുൾ സെറ്റ് തന്നെ. ആർ ബൈ എം എന്ന് പറയുന്ന ഫാക്ടറിങ് തന്നെയാണ്. പക്ഷെ 1+m അതിൻ്റെ ഉള്ളിലില്ല. അപ്പം അതുകൊണ്ട് ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം എന്ന് പറയുന്നത് പ്രോപ്പർ ഐഡിയൽ ഓഫ് ആർ ബൈ എം ആണെന്ന് നമുക്ക് കിട്ടി. ദെൻ അടുത്തത് നമ്മൾ ഒരു കാനോനിക്കൽ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാണ്. ആറിൽ നിന്ന് ആർ ബൈ എമ്മിലേക്ക്, ഒരു റിങ്ങിൽ നിന്ന് ഫാക്ടർ റിങ്ങിലേക്ക് നമ്മൾ ഒരു കാനോനിക്കൽ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാണ്. അപ്പം ഇതിന് മുമ്പുള്ള സെക്ഷനിൽ 26 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് 5 ഫ്രം ആർ ടു ആർ ഡാഷ് ബി എ ഹോമോമോർഫിസം ആൻഡ് എൻ ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ ഡാഷ്, ദെൻ ഫൈ ഇൻവേഴ്സ് ഓഫ് എൻ ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ എന്ന്. അപ്പോൾ ആർ ഡാഷിൻ്റെ ഒരു ഐഡിയലാണ് എൻ എങ്കിൽ ഫൈ ഇൻവേഴ്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ആറിൻ്റെ ഐഡിയലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ആർ ബൈ എമ്മിൻ്റെ ഒരു പ്രോപ്പർ ഐഡിയലാണല്ലോ ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം എന്ന് പറയുന്നത്. സോ ആ ഐഡിയലിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ ഐഡിയൽ തന്നെയായിരിക്കും അല്ലേ, ആറിൻ്റെ പ്രോപ്പർ ഐഡിയലായിരിക്കും. സോ ബൈ ദ എബോവ് റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ഫൈ ഇൻവേഴ്സ് അല്ല, ഇവിടെ ഗാമയാണ്. ദെൻ ഗാമ ഇൻവേഴ്സ് ഓഫ് ആർ ബൈ എം ഇൻറ്റു എ പ്ലസ് എം ഈസ് എ പ്രോപ്പർ ഐഡിയൽ ഓഫ് ആർ പ്രോപ്പർലി കണ്ടെയ്നിങ് എം. എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രോപ്പർ ഐഡിയൽ ഓഫ് ആർ ആണെന്ന് കിട്ടി. Gamma inverse of r by m into a plus m, which is a contradiction to our assumption that m is a maximal ideal of r. Maximal ideal ആണെന്നാണ് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നത്. മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, there exists no proper ideal of r containing which properly containing m. എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവാൻ പാടില്ല ആറിന്. പക്ഷെ ഇവിടെ എന്താണ്, ഗാമ ഇൻവേഴ്സ് ഓഫ് ആർ ബൈ എം എ പ്ലസ് എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോപ്പർ ഐഡിയൽ ഓഫ് ആർ വിച്ച് പ്രോപ്പർലി കണ്ടെയ്നിങ് എം. എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അങ്ങനെ ഒരു, അതായത് ഇൻ ബിറ്റ്വീൻ ഒരു ഐഡിയൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. സോ എ പ്ലസ് എമ്മിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആർ ബൈ എമ്മിലുണ്ട്. അവിടെയാണ് നമുക്ക് തെറ്റു പറ്റിയിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ വിച്ച് ഇസ് എ ഫാൾസ് അസംഷൻ. സോ എ പ്ലസ് എം ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇൻ ആർ ബൈ എം. അപ്പം എ പ്ലസ് എം എന്ന് പറയുന്ന ഒരു ആർബിട്രറി നോൺ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള എലമെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആർ ബൈ എമ്മിലെ നോൺ സീറോ ആയിട്ടുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. സോ ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ റിംഗ് ആണ്. ഓൾറെഡി ആർ ബൈ എം എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്, ദാറ്റ് ഈസ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. അപ്പോൾ എന്താണ് അസ്യൂം ചെയ്തത്, എം എന്ന് പറയുന്നത് മാക്സിമൽ ആണ് എങ്കിൽ ആർ ബൈ എം എന്ന് പറയുന്നത് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു പാർട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. അടുത്തത് നമ്മൾ റിവേഴ്സ് പാർട്ടാണ്. റിവേഴ്സ് പാർട്ടിൽ എന്താണ്, ആർ ബൈ എം എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് എം ഇസ് എ മാക്സിമൽ ഐഡിയൽ. അപ്പം ആർ ബൈ എം എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് എം ഇസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ. ഫോർ എ കോൺട്രറി എം ഇസ് നോട്ട് എ മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ. അപ്പം എം എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ആർ ബൈ എം ഫീൽഡ് ആണ്, എം മാക്സിമൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് ഫോർ എ കോൺട്രഡിക്ഷൻ വി ആർ അസ്യൂമിങ് ദാറ്റ് എം ഈസ് നോട്ട് എ മാക്സിമൽ ഐഡിയൽ. അപ്പം എം മാക്സിമൽ ഐഡിയൽ അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അവിടെ ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാകും, ആറിൻ്റെ ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാകും. അത് എം എന്ന് പറയുന്ന ഈ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യും. സോ for a contrary m is not a maximal ideal of R, which implies there exists a proper ideal n of R. n എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാകും such that m contained in n which is contained in R. അപ്പം മാക്സിമൽ ഐഡിയൽ അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഇംപ്ലിക്കേഷനാണിത്. അവിടെ ഒരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാകും വിച്ച് കണ്ടെയ്ൻസ് എം ആൻഡ് ഓൾസോ n നോട്ട് ഈക്വൽ ടു R. അപ്പം ഈ മാക്സിമൽ ഐഡിയലിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവണം. അതായത് എം എന്ന് പറയുന്നത് മാക്സിമൽ ആണ് എങ്കിൽ അവിടെ എൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ഐഡിയൽ, പ്രോപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഫുൾ റിംഗ് അല്ല, പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവും വിച്ച് കണ്ടെയ്നിങ് ദിസ് പെർട്ടിക്കുലർ ഐഡിയൽ. അപ്പം അടുത്ത നമ്മളൊരു കാനോനിക്കൽ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാണ്. ഗാമ ഫ്രം ആർ ടു ആർ ബൈ എം. വി ആർ കാനോനിക്കൽ ഹോമോമോർഫിസം ഡിഫൈൻഡ് ബൈ ഗാമ ഓഫ് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് എം ഫോർ എവറി എ ബിലോങ്സ് ടു, അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബൈ കറസ്പോണ്ടിങ് തിയറം ഫോർ റിംഗ്സ് ദർ ഈസ് എ 1-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ സെറ്റ് ഓഫ് ഓൾ ഐഡിയൽസ് ഓഫ് ആർ കണ്ടെയ്നിങ് എം ആൻഡ് ഐഡിയൽസ് ഓഫ് ആർ ബൈ എം. അപ്പം ഐഡിയൽസിന്, അതായത് ഒരു കറസ്പോണ്ടിങ്
എന്താ പറയുക, ഒരു 1-1 കറസ്പോണ്ടൻസ് വരികയാണ്. ഈ ഐഡിയൽ, അതായത് ആറിൻ്റെ ഐഡിയൽസും R/M-ൻ്റെ ഐഡിയൽസും തമ്മിൽ ഒരു 1-1 കറസ്പോണ്ടൻസ്, നിങ്ങൾ സെക്ഷൻ 26 എന്ന് വായിച്ചാൽ മതി, ഒരു 1-1 കറസ്പോണ്ടൻസ് വരും. സോ ഗാമ ഓഫ് N ഇസ് ആൻ ഐഡിയൽ ഓഫ് R/M. അപ്പം N എന്ന് പറയുന്നത് ആറിൻ്റെ ഐഡിയലാണ്. ഓക്കെ, അപ്പം ഗാമ എന്ന് പറയുന്നത് ഒരു കാനോനിക്കൽ ഹോമോമോർഫ്സ് ആണ്. സോ ഗാമ ഓഫ് N എന്ന് പറയുന്നത് എന്താണ്, R/M-ൻ്റെ ഒരു പ്രോപ്പർ ഐഡിയലാണ്. സോ വി ക്യാൻ റൈറ്റ് 0 + M is contained in gamma of N, which is contained in R/M. അപ്പം അങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, R/M-ൻ്റെ ഒരു പ്രോപ്പർ ഐഡിയലാണ് ഗാമ ഓഫ് N എന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഇത് പോസിബിൾ ആണോ? ഓൾറെഡി നമ്മളൊരു തിയറത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫീൽഡിന് പ്രോപ്പറായിട്ടുള്ള നോൺ ട്രിവിയൽ ഐഡിയൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് കിട്ടി. അപ്പം പ്രോപ്പറായിട്ടുള്ള നോൺ ട്രിവിയൽ ഐഡിയൽ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലേ? 0 അല്ലെങ്കിൽ ഗാമ ഓഫ് N എന്ന് പറയുന്നത് വിച്ച് ഇസ് എ നോൺ ട്രിവിയൽ ഐഡിയൽ ആണ്. ബിക്കോസ് 0 + M എന്ന് പറയുന്നതാണ് അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്, M എന്ന് പറയുന്നത്. ആ ട്രിവിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയൽ ഗാമ ഓഫ് N എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ഐഡിയൽ ഓഫ് R/M-ന് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. പക്ഷേ R/M എന്ന് പറയുന്നത് ഫീൽഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു ഫീൽഡിന് ഒരിക്കലും ഒരു പ്രോപ്പർ ഐഡിയൽ, നോൺ ട്രിവിയൽ ഐഡിയൽ ഉണ്ടാവില്ല. അപ്പം ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ M എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്ന് നമുക്ക് കിട്ടി.